ക്യാമറ എന്തിനാ വന്ന ഇന്നെന്റെ എൻഗേജ്മെന്റ് ഡേ ആണ്. ലവ് കം അറേഞ്ച്ഡ് ആണ്. ഹലോ എവ്രിവൺ. ഇന്നെൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. നമുക്ക് ഇപ്പോൾ റെഡി ആവണം. ശരിക്കും 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിക്ക് ഇന്ന് എന്നെ കൂടാതെ വേറെ ബ്രൈഡ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ തന്നെ ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ലോങ് ആണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് തിരിച്ച് വരണം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സമയം വേണം. അവിടെ രാവിലെ തന്നെ റെഡിയായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്നൊരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം ആണ് നമ്മൾ വിചാരിക്കുന്നത്. റെഡി ആയിട്ട് നമുക്ക് രാവിലെ തന്നെ തിരിച്ച് വരണം. അപ്പോൾ ഇവിടെ ക്യാമറാമാൻ വരും. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഫ്രഷ് ആവണം. ഞാൻ കിടന്നു തന്നെ 12 മണിക്കാണെന്ന് തോന്നുന്നു. 2:51 ആയിട്ടുള്ളൂ. നമുക്ക് റെഡി ആവാം. ഇപ്പം എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. റെഡി ആയിട്ട് വരാം. സെറ്റ് ഉണ്ടോ? ഇത് ചേച്ചി എനിക്ക് കൊണ്ടുവന്നതാണ് ദുബായിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടബിളാണ് ചെയ്യാനൊക്കെ. ഈ മിറർ അത്ര ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഇനി ഫ്രഷ് ആകാം. ബാക്കി കഥയൊക്കെ പിന്നെ പറയാം. കാരണം ഇപ്പം ഞാൻ കറക്റ്റ് ടൈമിൽ ഫ്രഷപ്പ് ആയില്ലെങ്കിൽ പരിപാടി മൊത്തം കുളമാവും. അപ്പോൾ നമുക്ക് അതെന്തിനും പോയി ഫ്രഷ് ആവാം. എപ്പോൾ എണീറ്റ് കഴിഞ്ഞാലും ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നും അത് തന്നെ ചെയ്യാം. എനിക്ക് വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാൻഡിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം കയ്യിൽ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വ്ലോഗ് എത്ര വരെ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ത്രൂ തിരക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഒക്കെ ഞാൻ എടുത്ത് വീഡിയോസ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ കോഫി കുടിക്കുന്ന പരിപാടി അല്ലെങ്കിൽ ടീ, കോഫി അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ്. പക്ഷേ ഇന്ന് രാവിലെ ബ്രഷ് ചെയ്തപ്പോഴത്തേക്കും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി തോന്നി. ഒരു 2 തവണ വോമിറ്റ് ചെയ്തപ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ആവാതിരിക്കാൻ വേണ്ടി രാവിലെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കട്ടൻ ചായ. അവസ്ഥ ഇതായതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ചപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു. എന്നിട്ട് കിടന്നപ്പോഴും ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് വെളുപ്പിന് എണീറ്റപ്പോഴുള്ള പ്രശ്നമായിരിക്കും തോന്നുന്നു. ഡൈജഷൻ പ്രോപ്പർ ആയിരുന്നില്ലായിരിക്കും. അതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇന്നലെ ചിക്കനും പൊറോട്ടയാണ് കഴിച്ചത്. പൊറോട്ട രാത്രി കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. രാവിലെ ചായയിൽ തന്നെ പാളിപ്പോയി. കാരണം നല്ല കടുപ്പം കൂട്ടിപ്പോയി. നല്ല കയ്പും ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ. പിന്നെ ഇട്ടതല്ലേ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്ത് ഞാൻ തന്നെ അത് കംപ്ലീറ്റ് കുടിച്ച് തീർത്തു. 3:15. അപ്പം നമുക്ക് റെഡിയാവും. നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് പോവാം. ഇവിടുന്ന് ഒരു 1 hour ട്രാവലുണ്ട്. ബൈ ബൈ ഗൈസ്. മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. പോയിട്ട് ബാക്കി വ്ലോഗ്. എൻ്റെ ചേച്ചിയും ബ്രദറിലും കൂടിയാണ് എന്നെ കൊണ്ടാക്കുന്നത്. 4 മണിയാണ് വെളുപ്പിനെ സമയം. അപ്പോൾ നമ്മൾ പറഞ്ഞതിലും നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്നെ കൂടാതെ ഒരു 2 ബ്രൈഡ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാറിയാണ് ചെയ്യാൻ ചേച്ചി പോകുന്നത്. നമ്മൾ മാറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിലും ഒരു 10 മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ വ്ലോഗ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻഗേജ്മെൻ്റ് ആണ്.
ചിലപ്പോൾ തിരക്കൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്ന് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഇന്ന് എനിക്ക് അതിന് വേണ്ടിയുള്ള സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഇന്ന് April 20th ആണ്. ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ യാതൊരു നിർബന്ധമില്ല, കാരണം എനിക്ക് ഇഷ്ടംപോലെ പെൻഡിങ് വീഡിയോസ് ഇരിക്കുന്നുണ്ട്. കുറേ കാരണങ്ങൾ കൊണ്ട് ഡിലേ പോകുന്നതാണ്. എഡിറ്റ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ഈ ഡിലേ പോകുന്നത്. പക്ഷേ ഇത് ഞാനൊരു 2-3 ഡേയ്സിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പർച്ചേസിങ്ങിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ വീഡിയോസ് പുറകെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് റെഡി ആവുന്ന സമയത്ത് വീഡിയോ എടുക്കാവേ. അപ്പോൾ ഇതാണ് വിദ്യ ചേച്ചി. ഈ ചേച്ചിയാണ് എന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും വേറൊരു ബ്രൈഡ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലും വേറൊരു ബ്രൈഡ് ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സൺസ്ക്രീൻ തെച്ച് ഓക്കെ ഗൈസ്, നമ്മൾ ലെൻസ് വെക്കാൻ കുറേ അധികം പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ട്. നേരത്തെ വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നിയൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കണ്ണിൽ ലെൻസ് വെക്കാൻ തന്നെ 1/2 മണിക്കൂർ പാടുപെട്ടു. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെൻസ് ഇപ്പം എൻ്റെ കണ്ണിലിരിക്കുന്നത്. കുറേ അധികം ചേച്ചി പാടുപെട്ടിട്ടാണ് എൻ്റെ കണ്ണിൽ ലെൻസ് വെച്ചത്. ഭയങ്കര ചെറിയ ഐസാണ് എനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ ലെൻസ് വെക്കാൻ നല്ല പാടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഞാൻ ബ്രൈഡൽ മേക്ക് ഓവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലെൻസ് വെക്കേണ്ട സാഹചര്യം വന്നപ്പോഴും വെക്കാൻ ഭയങ്കര പാടുപെട്ടിട്ട് ലാസ്റ്റ് ആ ശ്രമമൊക്കെ ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷെ ചേച്ചി അത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ചേച്ചി എന്തായാലും ഇന്ന് ലെൻസ് വെച്ചിട്ടേ പോവുള്ളൂ എന്നൊരു വാശിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ലെൻസ് വെച്ചു. ലെൻസ് വെച്ച് കണ്ടപ്പോൾ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെൻസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ എപ്പോഴും അത് വെക്കാൻ പറ്റാറില്ല, കുഞ്ഞു കണ്ണായതുകൊണ്ട്. അപ്പോൾ ചേച്ചി ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ചേച്ചി തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്തിരുന്നത് വേറെ ഒരു ടീമിനെ ആയിരുന്നു. അവർ വൻ ഉഡായിപ്പ് ടീമായിരുന്നു. അവരുടെ ആ ഉഡായിപ്പ് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ ചേച്ചിയെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നത്. കാരണം അവരെ ഞാൻ നവംബറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് പിന്നെ മാർച്ചിലാണ് ട്രയൽ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് അവരുടെ ആ ഒരു ചതി മനസ്സിലായത്. ലാസ്റ്റ് അവിടെ നിന്ന് അവരുടെ വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവർ വൻ ഉഡായിപ്പായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനും ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഒരു ദിവസം രാത്രിയിലാണ് ഞാൻ ചേച്ചിയെ വിളിച്ച് പറയുന്നത്. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ഓക്കേടാ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കുണ്ടായ ഒരു സന്തോഷം, ഞാൻ അത്രയും ടെൻഷനിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ചെയ്യാം, നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ചെയ്യാം എന്നാണ്. എനിക്ക് ചേച്ചിയെ പേഴ്സണലി അറിയില്ലായിരുന്നു. പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സമാധാനപരമായിട്ട് നമ്മളടുത്ത് സംസാരിക്കും. നമുക്കൊരു നല്ലൊരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കി തരുന്നുണ്ട്. കാരണം അങ്ങനെ ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് അടിപൊളിയായിരിക്കും. ചേച്ചിയുടെ പേജിൻ്റെ പേര് മേക്ക് ഓവർ ബൈ വിദ്യ വിച്ച എന്നാണ്. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. ചേച്ചി ഒരു ഹായ് പറ. എൻ്റെ ഫേസിലെ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്ക്. അതുപോലെ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈലും ഒക്കെ ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹെയർ സ്റ്റൈൽ എനിക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ചത്. ഫൈനലി ഏറ്റവും കൂടുതൽ എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയതും ഈ ഒരു ഹെയർ സ്റ്റൈലിനായിരുന്നു കേട്ടോ. മേക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ക്യാമറാമാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. നല്ല സുന്ദരിയായിട്ട്. ചേട്ടന് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ചേച്ചിയോടാണ് പിന്നെ ഞാൻ ചോദിച്ചത്. ഫ്രെയിമിൽ വരാത്തത് ആൾ ഒരുങ്ങിയിട്ടില്ലാത്തതുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയാണ് കാറിൽ ബാക്കിലിരിക്കുന്നത്. ആൾക്ക് നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. കൊള്ളാം. ഇപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. വിചാരിച്ച പോലെ ഇവിടുന്ന് സ്റ്റിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അവിടെ പോയിട്ട് സ്റ്റിൽസ് എടുക്കാം. നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം കുറേ സ്റ്റിൽസൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഇപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്.
അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് PGക്ക്. എനിക്ക് ഇതിലാകെ ഒരു വിഷമം തോന്നിയത് അമ്മ സ്റ്റേജിലില്ല. അമ്മയ്ക്ക് കാലിന് വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കളർഫുള്ളായിട്ട് തന്നെ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ഫേസിലുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്, നമ്മൾ പോവാണ് ഗൈസ്. ടാറ്റാ. അങ്ങനെ അച്ചുവിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞാനിവിടെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരും ചേട്ടന്മാർ വന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നിർത്തി വന്നത്. അത്രയും നേരം ഫോട്ടോ എടുക്കായിരുന്നു. ലാസ്റ്റ് അവരൊന്ന് വഴക്ക് പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് വൈൻഡപ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പോന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ തന്നെയാണ്. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് ആൻഡ് റെഡി വിത്ത് മീയും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന്. ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ്. ചേച്ചിയാണ് എനിക്കിതൊക്കെ മാറ്റി തരുന്നത്. അപ്പം എൻ്റെ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഹെയറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ. അതിൽ നിറയെ ബട്ടർഫ്ലൈ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അഴിച്ചു മാറ്റുന്നത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. ഹെയറിൽ എക്സ്റ്റൻഷനും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ എനിക്ക് പാതി ആശ്വാസമായിട്ടോ. ഈ ഹെയർ അയച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ആ ലുക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട്. കുളിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ആശ്വാസം വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രീ ആയ പോലെ, കുറേ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.